നന്മ വിളമ്പാനായി രാജഗിരിയുടെ പാചകലഹരി. കുത്തിയിരുന്നുള്ള പഠനം മാത്രം പോരാ, കുട്ടികളെ മിടുക്കരാക്കാൻ ഭക്ഷണം പാചകം ചെയ്യാൻ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൂടാ? പാചകം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. ആദ്യം ഓക്ര സൂപ്പാണ്. ഓക്ര സൂപ്പ് നമ്മൾ ഇവിടുത്തെ ഹരിതഗിരി ഗാർഡനിൽ തന്നെ എടുത്ത വെണ്ടയ്ക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സൂപ്പാണ്. ആദ്യം അതാണ്. പിന്നെ ചായയും ബനാന ഫ്രിറ്റേഴ്സും ഉണ്ട്. ഇവര് കുക്കിങ്ങിന്റെ ബാലപാഠം പഠിക്കുന്നു. അത് ഇത് 4 വർഷത്തോളം ഇവർക്കുണ്ടാവും. ക്ലാസ് വൈസ് 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ് 4 വർഷം കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അവസാന വർഷം പറ്റുമെങ്കിൽ ഇവരൊരു എക്സാമൊക്കെ നടത്തി ഒരു സർട്ടിഫിക്കറ്റൊക്കെ സ്കൂളിൽ തന്നെ കൊടുക്കുന്നു. ബേസിക് കാര്യങ്ങൾ കട്ടൻ ചായ ഉണ്ടാക്കാൻ മുതൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക. പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാലും എവിടെ പോയാലും ജീവിക്കാനായിട്ട് സാധിക്കുക അല്ലേ. ഫ്യൂച്ചറിലെ ഫുഡ് ഉണ്ടാക്കി ഇവർക്ക് സ്ട്രീറ്റിലൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം, സ്വപ്നം കണ്ടേക്കും. അതെ, അത് ഒരു സോഷ്യൽ വർക്കിനോട് ബന്ധപ്പെട്ട് വരും. പൊതിച്ചോറുണ്ടാക്കി നമുക്ക് ഹോസ്പിറ്റലുകളിലും അവിടെയൊക്കെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം. പാചകം വെറും പഠന വിഷയം മാത്രമാക്കാതെ അതിലൂടെ സമൂഹത്തിനും പാവപ്പെട്ടവർക്കും വേണ്ട നന്മയും കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യാൻ ഒരുങ്ങുകയാണ് രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. Putting the small onion, we are putting a little bit of cornstarch, and the reason why we are putting cornstarch is our soup in a thickness. It has to be creamy as well as thick. Okay. A small onion, ഒരുവിധം saute ആയിട്ടുണ്ട്, light brown. Is it okay? Just check whether the consistency is fine. Huh? Is it dark brown? Become light brown. Some more. Salt, pepper powder. Yeah. Okay, okay. Students, please listen. We took all this ladies' finger from our own Haridagiri project. Okay, and it was boiled with a little bit of salt, garlic, and enough water to fill it, almost to fill it in a pressure cooker. 3 whistles. After the 3 whistles, we strained it, and that water we have kept it here. Okay, now into that we have to put all this garnishing. The top garnishing is to be put in on top of it. We have to boil it once more, make it a little more thicker, and then we'll give it to you to taste. Okay, yeah. കുക്കിംഗ് ഒരു ഐച്ഛിക വിഷയം മാത്രമായി തുടങ്ങി വച്ചിരുന്ന കുട്ടികൾ അതിന്റെ രൂപവും ഭാവവും എല്ലാം മാറ്റി വിപുലപ്പെടുത്തുകയാണിപ്പോൾ. കുട്ടികൾ പഠനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത് സമാഹരിക്കുന്ന തുക പാവപ്പെട്ട രോഗികളെ സഹായിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. Nathan, is it okay? Is it enough? Yes. Pepper is little too much. Little too much? Yeah, little. Yes. We want extra. Don't come close to it. സൂപ്പ് വേറൊന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ ഹരിതഗിരിയുടെ തന്നെ അച്ഛൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ ഹരിതഗിരി ലേഡീസ് ഫിംഗറാണ് നമ്മൾ സോസ് ചെയ്തേക്കുന്നത്. പിന്നെ ചായയും പഴംപൊരി ഇഷ്ടമുള്ളൊരു വിഭവമാണ് പിള്ളേർക്ക്. ചായ അതിനേക്കാൾ ഇഷ്ടമുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം.
ആദ്യം ഓർഗാനിക് ആയിട്ടുള്ള ഓക്ര സൂപ്പ് വെച്ച് തുടങ്ങാം. വീട്ടിലെ അമ്മമാരെ സഹായിക്കാറുണ്ടോ? ഇതിനു മുമ്പ് ചായ ഉണ്ടാക്കിയിട്ടില്ല? എന്തൊക്കെ പാചകം ഉണ്ടാക്കാറിയാ? കുറച്ചറിയാം. എന്തൊക്കെയാ പറ, ഐറ്റംസ് പറ. ഓംലെറ്റ് ഉണ്ടാക്കാറിയാം, ബുൾസൈ, പിന്നെ കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ്. കുക്കിംഗ് താല്പര്യം. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട്? കറികളൊക്കെ ഉണ്ടാക്കാറിയാം. അമ്മയുടെ സഹായം ഇല്ലാണ്ട് ഉണ്ടാക്കാറില്ല? എവിടുന്ന് പഠിച്ചതാ? അമ്മ പഠിപ്പിച്ചാണ്, പിന്നെ കുറെ യൂട്യൂബ് കണ്ടിട്ട് പഠിച്ചത്. പിന്നെ വേറെ ആർക്കൊക്കെ എന്തൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല? അമ്മയുടെ സഹായം കൊണ്ട് ഉണ്ടാക്കും. അമ്മ സഹായം കൊണ്ട് ഉണ്ടാക്കും. കഴിക്കാൻ പറ്റുന്ന സേപ്പാണല്ലോ അല്ലേ? ഇതിലാരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കും? ട്രൈ ചെയ്യാറുണ്ട് വീട്ടിൽ. ആ, പക്ഷെ മിക്കതെല്ലാം ചീറ്റിങ് പോകും. എല്ലാം ശരി. അല്ല, കുറെയൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാലല്ല ശരിയായി വരുന്നത്. ചിലതൊക്കെ വർക്കൗട്ട് ആവും. കേക്ക് പിന്നെ അമ്മയെ സഹായിക്കാറുണ്ട് നീ? അല്ല, ഈ പാചകനാണ് വീട്ടിലെ മറ്റുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടാക്കി. ഇഷ്ടപ്പെട്ടിങ് ഉണ്ടാക്കില്ല സ്വന്തമായിട്ട്? രണ്ട് വായിലൊക്കെ പറ്റിയ ടേസ്റ്റ് ഉണ്ടായ? കുഴപ്പമില്ല, എല്ലാവരും കഴിച്ച്. എന്തൊക്കെ കുക്ക് ചെയ്യും? ചായ മാത്രം, വേറെ ഒന്നും ഉണ്ടാക്കാറില്ല? നിമ്മോള എന്താണേലും ഉണ്ടാക്കാൻ അങ്ങനെ എന്തുകൊണ്ടെങ്കിലും ഉണ്ടാക്കും? എല്ലാം കുക്ക് ചെയ്യാൻ അറിയോ? എങ്ങനെ പഠിച്ചു? നോക്കി. കുക്കുംബർ അരിയാൻ അറിയാം? പപ്പടം പൊരിക്കാൻ അറിയാം? വേറെ ബിരിയാണി ഇറച്ചിയൊന്നും ഉണ്ടാക്കില്ല? ഉണ്ടാക്കും. ഇത് പാനിപ്പൂരി ചിക്കൻ ചിക്കൻ. ചിക്കൻ പാനിപ്പൂരിയും പിന്നെ പുഡിംഗ് ചോക്ലേറ്റ് പുഡിംഗ് സ്വന്തമായിട്ട് ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി. അപ്പൊ ഇവന്റെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ പാനിപ്പൂരി ചിക്കൻ ഉണ്ടാക്കി. നിന്റെ വീട്ടിൽ പാനിപ്പൂരി ചിക്കൻ ഉണ്ടാക്കി? നിങ്ങൾ രണ്ടുപേരും മാത്രം കഴിച്ചു? വേറെ ആർക്കും കൊടുത്തില്ല? സ്കൂളിൽ കൊണ്ടുവന്നിട്ട് കഴിച്ചു? ഞങ്ങൾ ഐറ്റംസ് ഒക്കെ ഒരുമിച്ച് വാങ്ങാൻ പോയി. അത് ശരി. ഷെയർ ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്തല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. Salt, pepper powder. Yeah. Okay. Students, please listen. We took all this lady's finger from our own Haridagiri project. Okay? And it was boiled with a little bit of salt, garlic, and enough water to fill it. Almost to fill it. In a pressure cooker, 3 whistles. After the 3 whistles, we strained it. And that water we have kept it here. Okay. Now, into that we have to put all this garnishing. The top garnishing is to be put in on top of it. We have to boil it once more, make it a little more thicker, and then we'll give it to you to taste. Okay? Yeah. അവധി ദിവസങ്ങളിൽ ആഹാര പദാർത്ഥങ്ങൾ നിർമ്മിച്ച് വഴിയോരത്ത് കഴിയുന്നവർക്ക് എത്തിക്കണമെന്നാണ് കുഞ്ഞു മനസ്സുകളുടെ സ്വപ്നം. അധ്യാപികയായ വിജു ജോസാണ് കുട്ടികൾക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ സ്മോൾ ഓണിയൻ ഒരുവിധം സോട്ടേ ആയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ. Is it okay? Just check whether the consistency is fine. Huh? Is it cut brown? Become light brown. രാജഗിരി സ്കൂളിൽ 1 വർഷമായി നടന്നുവരുന്ന ഹരിതഗിരി ജൈവ പച്ചക്കറി കൃഷിയിലെ ഉൽപ്പന്നങ്ങൾ ഇതിനായി ഉപയോഗിക്കുമെന്ന് പാചക പഠന പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ ഫാദർ ടോമി കൊച്ചനനിക്കൽ അറിയിച്ചു.